ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ കുറച്ച് പംകിൻ ഫ്ലവർ പറിക്കാൻ പോവുകയാണ്. നമ്മുടെ മത്തൻ പൂവ്, മഞ്ഞ മത്തൻ പൂവിനുള്ളിൽ ചീസുകളും ഉരുളക്കിഴങ്ങും കുറച്ച് മാംസവും ചേർത്ത് കൂട്ട് നിറച്ച് വറുത്തുണ്ടാക്കുന്ന ഒരു ക്രിസ്പിയും രുചികരവുമായ സ്നാക്സാണ് മത്തൻ പൂവ് ഫ്രിറ്റേഴ്സ്. ഇതിൻ്റെ രുചി അപാരമാണ്. സുഗന്ധമുള്ള സ്നാക്സായ മത്തൻ പൂവ് ഫ്രിറ്റേഴ്സ്. മത്തൻ പൂവ് വളരെയധികം പോഷകങ്ങൾ നിറഞ്ഞതാണ്. ഈ പൂവാണ് കേട്ടോ പറിക്കേണ്ടത്. ഇത് കണ്ടോ, ഇത് ആൺപൂവാണ്. മത്തൻ പൂവ് ഇതളുകൾ കേടുവരാതെ ഒന്ന് കഴുകിയെടുക്കുക. പൂവിനകത്തെ പ്രാണികളും മറ്റും ഇല്ലാതെ ശുദ്ധമാക്കുക. 4 ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാനിടുക. ഒരു വലിയ ഉള്ളി അരിയുക. ഒരു 4 ഇല്ലി വെളുത്തുള്ളി ചെറുതായി കുനുകുന അരിയുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി ക്രഷ് ചെയ്യുക. 1-2 പച്ചമുളക് അരിയുക. വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സെലറി ഇവയെല്ലാം അരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. കുറച്ച് ബീഫോ ചിക്കനോ ചേർക്കാം. ഇത് ബീഫാണ്. ഒരു മെഡിറ്ററേനിയൻ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടി കുറച്ച് നാരങ്ങത്തൊലി കൂടി ചിരകിയിടാം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. എല്ലാം റെഡിയായി. ഇനി ബട്ടറും കൂടി വേണം. അമുൽ ചീസും ക്രീം ചീസും പിന്നെ ഒരു മുട്ടയും. പാൻ വെച്ച് ബട്ടർ ചൂടായതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സെലറി അരിഞ്ഞത് ഇവയിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് പിച്ചിയ ബീഫും ഒന്ന് വഴറ്റാം. ഫില്ലിങ്ങിനുള്ള കൂട്ട് മിക്സ് ചെയ്യാം. 2 ബട്ടറും ഇട്ടു. പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങിട്ടു. ബട്ടറിൽ വഴറ്റിയ ഉള്ളിക്കൂട്ടിട്ടു. ഇത് നന്നായി മിക്സ് ചെയ്യാം. ബട്ടറും ക്രീം ചീസും മൃദുവാക്കിയ ഉരുളക്കിഴങ്ങും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം. കൂടിച്ചേർന്നാലുണ്ടാകുന്ന മൃദുലവും ക്രീമിയുമായ ഘടന നമ്മെ കൊതിപ്പിക്കും. ബീഫും ഇട്ട് നന്നായി യോജിപ്പിച്ച് ഇളക്കിയ ഫില്ലിങ്ങിനുള്ള കൂട്ട് റെഡിയായി. ഇനി ഇത് സിബ്ലോക്ക് കവറിനുള്ളിൽ നിറക്കാം. ഈ കൂട്ടാണ് നമ്മൾ പൂവിനുള്ളിൽ നിറക്കുന്നത്. ഇത് ഈ ഭാഗത്ത് കട്ട് ചെയ്യുക. ഇനി ഓരോ പൂവെടുത്ത് ഇതിനുള്ളിലെ ഒരു ഞെട്ടുണ്ട് അത് കളഞ്ഞ് കവറിൽ നിറച്ച് വെച്ച ഫില്ലിങ് ഇതിലേക്കിടുക. ഇങ്ങനെ നിറയ്ക്കുക. ഓരോ ഇതളുകളായി മടക്കുക. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇങ്ങനെ വെക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പിരിച്ചും വയ്ക്കാം. ക്രീം പുറത്ത് വരില്ല. കുറച്ച് അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും എടുക്കുക. ഇത്തിരി ഉപ്പും ഇട്ട് മിക്സ് ചെയ്യുക. ഫില്ല് ചെയ്ത് വെച്ച ഓരോ ഫ്ലവറുകളായി ഈ പൊടിയിൽ മുക്കിയെടുക്കുക. 1 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് അരിപ്പൊടി. ഇനി മൈദ വേണമെങ്കിൽ അതും നമുക്ക് 1 കപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് കലക്കാം. ഒരു മുട്ട കൂടി ഒഴിക്കാം. മുട്ട മാവിൻ്റെ കൂടെ ആദ്യം ചേർക്കേണ്ടതാണ്. നന്നായി കലങ്ങിയാൽ മതിയാകും. നിറച്ച് വെച്ച മത്തൻ പൂവ് മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയായി. ഓരോ ഫ്ലവറുകളായിട്ട് എടുത്ത് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്കിട്ട് വറുക്കുക. ഒരു ഭാഗം വേവായാൽ മറിച്ചിടുക. പാകമായിട്ടുണ്ട്. ഇതൊരു പാർട്ടി അപ്പറ്റൈസറായി തികച്ചും അനുയോജ്യമാണ്. നാവിലൊരു ഉത്സവമാണ് നടക്കുന്നത്. നിങ്ങളും ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിക്കണേ.